അസ്സലാമു അൽ-മുഹിമ്മയിലെ പണ്ഡിതന്മാരോട് ഒരു സംശയം. വലിയും വരനും ടെലിഫോണിൽ കൂടി ഈജാബ് കബൂലിന്റെ വാചകങ്ങൾ പറഞ്ഞ് ടെലിവിഷനിൽ പരസ്പരം കാണുകയും അതേപ്രകാരം സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ രൂപത്തിൽ നിക്കാഹ് ചെയ്താൽ സ്വഹീഹ് ആകുമോ? ടെലിഫോണിലൂടെയുള്ള നിക്കാഹ് ഒരിക്കലും സ്വഹീഹാകുന്നില്ല. അതിനുള്ള തടസ്സങ്ങൾ പലതാണ്. നിക്കാഹിന്റെ അവിഭാജ്യ ഘടകമാണ് രണ്ട് സാക്ഷികൾ എന്നത്. സാക്ഷികളെ പറ്റി ഫുഖഹാ പറയുന്നത് വശുരിത്ത ഫി ഷാഹിദൈനി അഹ്ലിയത്തു ഷഹാദത്തിൻ, ഷഹാദത്തിനുള്ള യോഗ്യതയുണ്ടാവണം രണ്ട് സാക്ഷികൾക്ക് എന്ന്. ആ യോഗ്യതയിൽ പ്രധാനപ്പെട്ടതാണ് വസംഉൻ, കേൾവി വേണം. എന്തുകൊണ്ട്? അന്നൽ മഷ്ഹൂദ അലൈഹി കൗലുൻ, ഇവിടെ സാക്ഷിയാകുന്നത് ഒരു വാക്കിനാണ്. ഫഷ്തുരിത സമാഉഹു ഹഖീഖത്തൻ, അതുകൊണ്ട് ശരിയായ നിലക്ക് നിക്കാഹിന്റെ സീറകൾ സാക്ഷി കേൾക്കുക തന്നെ വേണം എന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. തഫ്സീറുടെ ഇബാറത്താണ് വായിച്ചത്. അപ്പോ ശരിക്കും ഹഖീഖത്തൻ തന്നെ ഈ സാക്ഷി പറയുന്നത്, സാക്ഷി സീറ കേൾക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ നടക്കുന്നത് ഡബ്ബിംഗ് ആണ്. അഥവാ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ ഒരാളുടെ വോയിസ് പോലത്തെ വോയിസ് ഉണ്ടാക്കിയിട്ട് പറയാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. പല മൂവികളും പ്രഭാഷണങ്ങളും ആ രൂപത്തിൽ ഇറങ്ങുന്നുമുണ്ട്. ഒന്ന്. മറ്റൊന്നുള്ളത് സാക്ഷികളുടെ മറ്റൊരു ഷർത്തിൽപ്പെട്ടതാണ് വബസറുൻ, സാക്ഷികൾ കാഴ്ചയുള്ളവരാകണം. എന്തുകൊണ്ട്? അതിന് തെളിവ് പറയുന്നത് ഇന്നൽ അഖ്വാല ലാ തസ്ബുതു ഇല്ലാ ബിൽ മുആയനതി വസ്സമാ, വാക്കുകൾ സ്ഥിരപ്പെടണമെങ്കിൽ അത് പറയുന്ന ആളെ കാണണം, പറയുന്ന വാക്ക് കേൾക്കും വേണം, എന്നാലേ വാക്കുകൾ സ്ഥിരപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഫുഖഹാ ഇരുട്ടത്ത് വെച്ച് സാക്ഷികൾ പരസ്പരം വലിയനെയും വരനെയും കാണാത്ത രൂപത്തിൽ ഇരുട്ടിൽ വെച്ച് നിക്കാഹ് നടത്തിയാൽ ഫുഖഹാ ആ നിക്കാഹ് സ്വഹീഹാകൂല എന്ന് പറഞ്ഞത്. ഇതിനൊക്കെ പുറമെ നിക്കാഹിന്റെ വിഷയത്തിൽ ഫുഖഹാഇന് ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. അൽ അബുലാഉ മുഖ്തസത്തും ബിമസീദി ഇഹ്തിയാത്തിൻ, അബുലാ അഥവാ ഒരു സ്ത്രീയുടെ ലൈംഗിക ഉപയോഗം അനുവദനീയമാകൽ മുഖ്തസത്തും ബിമസീദി ഇഹ്തിയാത്തിൻ, അത് കൂടുതൽ സൂക്ഷ്മത കാണിക്കേണ്ട വിഷയമാണ്. ഈ അൽ അബ്ലാഉ മുഖ്തസത്തും ബി മസീദ് ഇഹ്തിയാത്ത് എന്ന ആ ഒരു പൊതു നിയമം പലയിടങ്ങളിലും ഒരു നിക്കാഹ് സ്വഹീഹാകൂല എന്ന് പറയാൻ ഫുഖഹാ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇഹ്തിയാത്ത് അല്പം പോലും ഇല്ലാത്തതാണ് ടെലിഫോണിലൂടെയുള്ള നിക്കാഹ്. അതും കൂടെ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ശുക്രൻ ജസാക്കല്ലാഹ്. ബഹുമാനപ്പെട്ട സാരിസ്താദവറുകളെ, ചർച്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ വീണ്ടും കടന്നു വന്നത്. സംശയം ഒന്നും കൂടി തീർന്നു കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ വോയിസ് നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ടെലിഫോണിൽ കൂടി കേൾക്കുന്ന വോയിസ് അത് യാഥാർത്ഥ്യമല്ല എന്നാണോ? ടെലിഫോണിൽ കൂടി കേൾക്കുന്ന വോയിസ് യാഥാർത്ഥ്യമല്ല എന്നാണെങ്കിൽ
വേറെ പല സംശയങ്ങളും അത് മുഖേന ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന് കാഴ്ചയുടെ കാര്യം. ടെലിഫോണിൽ കൂടി ഇജാബ് കബൂൽ നടത്തുകയും ടെലിവിഷനിൽ കൂടി കാണുകയും ചെയ്താൽ എന്താണ് അവിടെ തടസ്സം? അതൊന്നും കൂടി ആ ഖഫായ് നീക്കിത്തന്ന നന്നായിരുന്നു. കൂടാതെ രണ്ട് സാക്ഷികൾ ഇവിടെ വലിയനെയും സൗജിനെയും കാണുന്നില്ല. ഏറിപ്പോയാൽ അവരുടെ രൂപങ്ങളെയാണ് കാണുന്നത്. രൂപം കണ്ടാൽ മതിയാകൂല, ആ വ്യക്തികളെ തന്നെ കാണണം. അതുകൊണ്ടാണ് അഴ്മ സാക്ഷിയായാൽ നിക്കാഹ് സ്വഹീഹാകൂല എന്നും ഫുഖഹാ പറഞ്ഞത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഒന്നും ഇവിടെ നടക്കാത്തത് കൊണ്ട് ടെലിഫോണിലൂടെയുള്ള നിക്കാഹ് അസാധു. മറ്റൊന്ന് ആ റൗളയുടെ ഇബാറത്തിൽ വൈദാ സഹഹന ഫിൽ മസ്അലതൈനി എന്ന് തുടങ്ങി പറയുന്ന ആ മസ്അല എന്താണ് ഉസ്താദുകളെ? അതൊന്ന് വിശദീകരിച്ച് തരുമോ? ടെലിഫോണിലൂടെയുള്ള ശബ്ദം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. രണ്ടിനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മസീദുൽ ഇഹ്തിയാത്ത് വേണ്ട വിഷയമാണ് നിക്കാഹ് എന്നത് വെച്ച് നോക്കുമ്പോൾ ഈ രൂപത്തിലുള്ള സൗണ്ട് കേട്ടാൽ പറ്റൂല. ഒന്ന്. രണ്ട്, അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് മുആയനത്ത്, കാണണം എന്നത്. ടെലിഫോണിലൂടെ കാണുമ്പോൾ വ്യക്തികളെ കാണുന്നില്ല, രൂപങ്ങൾ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ആ കാഴ്ച തീരെ തന്നെ നടക്കൂല എന്ന് നമുക്ക് തീർത്ത് പറയാം. പിന്നെ റൗളയുടെ ഇബാറത്ത് എന്താ? ഇദാ കുതിബ ബിൻ നിക്കാഹി ഇലാ ഗായിബിൻ ഔ ഹാളിരിൻ. നിക്കാഹിന്റെ സീഗ സ്ഥലത്തുള്ള ഒരാളിലേക്കോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ഒരാളിലേക്കോ നിക്കാഹിന്റെ സീഗ ഈജാബ് എഴുതി കൊടുത്തു. എന്നാൽ അത് സ്വഹീഹാകൂല. ഒരഭിപ്രായം ഗായിബായ ആൾക്കാണ് ഈജാബ് എഴുതി കൊടുത്തതെങ്കിൽ അത് സ്വഹീഹാകും. പക്ഷെ ആ ഖീല ഒന്നുമല്ല. കാരണം നിക്കാഹ് അത് കിനായത്ത, എഴുത്ത് കിനായത്ത. നിക്കാഹിൽ ഒരിക്കലും കിനായത്ത് നടക്കൂല. വലാ യൻഅഖിദു ബിൽ കിനായാത്ത്. നിക്കാഹിൽ ഒരിക്കലും കിനായാത്ത് നടക്കൂല. അത് മസ്അല ഒന്ന്. മസ്അല രണ്ട്, ഗായിബായ ആളോട് നാവ് കൊണ്ട് ഖിതാബിട്ട് സവ്വജതുക ബിൻതി, എന്നിട്ടത് എഴുതും ചെയ്ത്, എന്നിട്ട് എഴുത്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ഇന്നയാള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം അവനക്ക് കിട്ടിയപ്പോ കബിൽത്തു നിക്കാഹ എന്ന് അവൻ പറഞ്ഞാലും ലം യസിഹ, സ്വഹീഹാകൂല. അത് രണ്ടോടത്തും സ്വഹീഹാണ്, സ്വഹീഹാകുമെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അത് വളരെ വീക്കാണ്, ബാലിശമാണെന്ന് മേലെയുള്ള ഇബാറത്ത് തന്നെ വ്യക്തം. എങ്കിൽ പോലും അതിന്റെ ഷർത്ത് മജ്ലിസിൽ വെച്ച് കബൂലാക്കലാണ്. വാർത്ത എത്തുന്ന ആ മജ്ലിസിൽ വെച്ച് കബൂലാണ്. അപ്പോ അതിനെ നബി ഇമാമ് കുൽത്തു ലാ യക്ഫിൽ ഖബൂലു ഫിൽ മജ്ലിസ്, മജ്ലിസിൽ വെച്ചുള്ള കബൂല് പോരാ, പെട്ടെന്ന് തന്നെ ആവുക വേണം. കാരണം ഓയിബായ ആള് അയാൾക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു, വാർത്ത കിട്ടിയ ഏത് മജ്ലിസിൽ വെച്ചാണോ വാർത്ത കിട്ടിയത് അവിടെ വെച്ച് സ്വീകരിച്ചാൽ മതി എന്നാണ് മേലെ പറഞ്ഞത്. അങ്ങനെ പറ്റൂല. മറിച്ച് ഈജാബ് നടന്ന ഉടൻ തന്നെ കബൂലും വേണം എന്നാണ് റൗളയുടെ ഇബാറത്ത്. ഏതായാലും റൗളയിൽ പറഞ്ഞ ആ മറ്റേ അഭിപ്രായത്തെ പാടെ തള്ളിയിട്ടാണ് ഇമാം അവറുകൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 വക്ത് നമസ്കാരങ്ങളിൽ രാത്രിയുള്ള നമസ്കാരങ്ങളിൽ മാത്രം ഉറക്കെ ഓതുന്നതിന്റെ
ഹിക്മത്ത് എന്താണ്? ഉറക്കം ഓതുന്നു, മറ്റുള്ളവർ പതുക്കെയും ഓതുന്നു, അതിന് കാരണം എന്താണ്? നിസ്കാരങ്ങളിൽ ഉറക്കയും പതുക്കയുമാക്കുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ഷെർവാനിയിൽ പറയുന്നത് ഇങ്ങനെ വായിക്കാം. വബഖിയ ഹിക്മത്തുൽ ജഹരി മാഹിയ. എന്താണ് ഉറക്കയാക്കുന്നതിന്റെ ഹിക്മത്ത്? വലഅല്ലഹ അന്നഹ ലമ്മാ കാനൽ ലൈലു മഹല്ലൽ ഖൽവ. രാത്രി നല്ല പ്രൈവസിയുള്ള സമയമായപ്പോൾ, വയതീബു ഫീഹി സംറു, രാക്കഥ പറയൽ നല്ലതാവുകയും ചെയ്യുമ്പോൾ, രാക്കഥ പറയാറിനാൽ പലതും പറഞ്ഞ് ആലോചിക്കുക, രസിക്കുക, അതിനൊക്കെ പറ്റിയ സമയമാണ് രാത്രി. അതുകൊണ്ട് ശുരിഅൽ ജഹ്റു ഫീഹി, അപ്പോൾ ഉറക്കയാക്കൽ അവിടെ പാസാക്കപ്പെട്ടു. എന്തിന്? ഇൽഹാറൻ ലിലസ്സത്തി മുനാജാത്തിൽ അബ്ദി ലിറബ്ബിഹി, റബ്ബുമായിട്ട് അടിമ മുനാജാത്ത് നടത്തുന്നതിന്റെ മാധുര്യം പ്രകടിപ്പിക്കാൻ. അപ്പൊ കഥകൾ പറയാനും കഥകളെ പറ്റി ചിന്തിക്കാനും ഒക്കെ നല്ല സമയം രാത്രിയാണ്. പകലോ വഹുസ്സബിൽ ഊലയൈനി, എന്നാ പിന്നെ ആദ്യത്തെ 2 റക്അത്തിൽ മാത്രമാക്കിയത് എന്തേ? അതിൽ നഷാത്തിൽ മുസല്ലി ഫീഹിമ, ആ 2 റക്അത്തിൽ നിസ്കരിക്കുന്ന ആൾക്ക് നല്ല ആവേശം ഉണ്ടാകും. അത്തരം ആവേശം ഉണ്ടാവൂല 3ലും 4ലും. അപ്പൊ അവിടെ ഉറക്കയാക്കിയില്ല. പിന്നെ പകലിന്റെ അവസ്ഥ എന്താ? വന്നഹാറു, പകൽ ലമ്മാ കാന മഹല്ല ഷവാഗിലി വൽ ഇഖ്തിലാത്തി ബിന്നാസി, ജനങ്ങളുമായി കൂടിക്കലരുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭമായപ്പോൾ, തുലിബ ഫീഹിൽ ഇസ്റാർ, അവിടെ പതുക്കയാകണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ലി അദ്നി സലാഹിയത്തിഹി ലിതഫറുഗി ലിൽ മുനാജാത്ത്, അല്ലാഹുമായി മുനാജാത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ഒരു പറ്റിയ സമയമല്ല പകൽ. അപ്പോൾ പിന്നെ സുബഹിയോ? വ ഉൽഹിക സുബ്ഹു, സുബഹിയെ ചേർക്കപ്പെട്ടു ബി സ്വലാത്തിൽ ലൈലിയ, അത് പകലിലാണെങ്കിൽ പോലും രാത്രിയുള്ള നിസ്കാരത്തോട് സുബഹിയെ ചേർത്ത് ഉറക്കയോതാനുള്ള കാരണം ലി അന്ന വഖ്തഹു ലൈസ മഹല്ലൽ ലിശവാഗിലി ആദത്തൻ, പതിവിൽ ജോലികൾക്കുള്ള സമയമല്ല സുബഹിയുടെ ടൈം. കയൗമിൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം പോലെ തന്നെ. വെള്ളിയാഴ്ച പകലാണെങ്കിലും അത് ലീവിന്റെ ദിവസമാണ്. അപ്പോഴും റബ്ബുമായിട്ടുള്ള മുനാജാത്തിന് സമയമുണ്ട്. ഇങ്ങനെ ഖുർആൻ ഒരു കഥയാണല്ലോ, ഖുർആൻ ചിന്തിക്കാനുമുള്ളതാണല്ലോ. അപ്പൊ അതിനു പറ്റിയ സമയം നോക്കിയിട്ട് ഉറക്കയും പതുക്കയും ഓതാൻ വേണ്ടി ശറഅ് പറഞ്ഞതാണ് എന്ന് അബ്ദുൽ ഹമീദ് ഷെർവാനി 2:55 നോക്കിയാൽ കാണാം. പിന്നെ ഉറക്കയാക്കുന്നതിന്റെയും പതുക്കയാക്കുന്നതിന്റെയും ഹിക്മത്ത് മറ്റു ചില കിതാബുകളിൽ ഇങ്ങനെ കാണാം. എന്ത്? അന്ന സ്വലാത്തൽ ലൈലി തഖഉ ഫിൽ ഔഖാത്തിൽ മുദ്ലിമ, ഇരുട്ടുള്ള സമയങ്ങളിലാണ് രാത്രി നമസ്കാരങ്ങൾ നടക്കുക. ഫയുനബ്ബിഹുൽ ഖാരിഉ ബിജഹ്രിഹി അൽ മാറത, അപ്പോൾ ഉറക്കയാക്കുന്ന ആള് അവൻ ഉറക്ക ഓതുമ്പോൾ നടന്നു പോകുന്ന ആളുകളെ സമയത്തെ പറ്റി ഉണർത്തൽ വരുന്നുണ്ട്. മാത്രമല്ല വലിൽ അംനി മിൻ ലഗ്വിൽ കാഫിരി ഇൻദ സമാഇൽ ഖുർആൻ, ഖുർആൻ കേൾക്കുന്ന സമയത്ത് അതിനെ കാഫിർ ഒരു കളിയായിട്ട് എടുക്കൂല. എന്താ കാരണം? ലിസ്തിഗാലിഹി വാലിബം ഫിൽ ലൈലി ബിൻ നൗമി ഔ ഗൈരിഹി, രാത്രി അവൻ ഉറക്കുകൊണ്ട് ജോലിയായതിന് വേണ്ടി. ബിഖിലാഫിൻ നഹാർ, പകലിൽ അങ്ങനെയല്ല. പകലിൽ ഖുർആൻ ഓതുമ്പോൾ അത് കാഫിർ കേൾക്കുമ്പോൾ അവൻ അതൊരു കളിയായിട്ട് എടുക്കും. ഇന്നമാ തുലിബൽ ജഹ്റു ഫിൽ ജുമുഅത്തി വൽ ഈദൈനി, എന്നാ പിന്നെ പെരുന്നാൾക്കും ജുമുഅക്കും ഉറക്കയാക്കാൻ പറഞ്ഞതോ? അതിൽ ഹുലൂരി അഹ്ലിൽ ബവാദി വൽ ഖുറ, ഗ്രാമപ്രദേശങ്ങളിലും മലഞ്ചെരുവുകളിലുമുള്ള ആളുകളുടെ സാന്നിധ്യം പ്രതീക്ഷിച്ച്. ഉമിറൽ ഖാരിഉ ബിൽ ജഹ്ർ, അപ്പൊ ഉറക്കയാക്കാൻ പറഞ്ഞു. ലിയസ്മഊ, അവരെ കേൾക്കാൻ വേണ്ടി. ഫയഹ്സുല ലഹുമുൽ ഇസ്തിആദു ബിസമാഇഹി, അത് കേൾക്കൽ കൊണ്ട് അവർക്കും ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശറഇന്റെ ഇബാദത്തുകളിൽ
ഹിക്മത്തും ഇല്ലത്തും നോക്കാതെ അള്ള പറഞ്ഞു എന്ന നിലക്ക് തഅബ്ബുദിയായിട്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ പുണ്യമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവൽ ഹദീസിയയിലും പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലക്ട്രിക് ബാറ്റ് കൊണ്ട് കൊതുക്, ഈച്ച മുതലായവയെ കൊല്ലുന്നതിന്റെ ഇസ്ലാമിക വിധി. ഇലക്ട്രിക് ബാറ്റുകളെ കൊണ്ട് കൊതുകുകളെ കൊല്ലാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കൊല്ലുന്നതിന് വിരോധമില്ല. കൊതുകുകൾ എന്നുള്ളത് വ്യാപകമായി ശല്യമുണ്ടാക്കുന്നതും അതുപോലെ സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാകുന്നതുമാണ് എന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ശല്യമുണ്ടായതിന് വേണ്ടി അവരെ കൊല്ലാം. അതിലൊരു സുഖമായ കൊല്ലലാണ് ഇപ്പറഞ്ഞ ബാറ്റ്. അതുകൊണ്ട് സൗകര്യം പ്രമാണിച്ച് അതും പറ്റും എന്ന് ഇബാറത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം. തുഹ്ഫയുടെ ഇബാറത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം: വനംലുൻ വനഹലുൻ, തേനീച്ചയും ഉറുമ്പിനെയും തിന്നൽ ഹറാമാണ്. ലിസിഹത്തിൻ നഹി അൻ ഖത്ലിഹിമ, അവരെ കൊല്ലാൻ പാടില്ലല്ലോ. അപ്പൊ കൊല്ലാൻ പാടില്ല എന്ന് നഹി വന്നപ്പോൾ തിന്നാനും പാടില്ല എന്ന് മനസ്സിലായി. തിന്നണമെങ്കിൽ ആദ്യം കൊല്ലണമല്ലോ. പക്ഷേ വഹമലൂഹു അല നംലി സുലൈമാനി, ഉറുമ്പിനെ കൊല്ലരുത് എന്ന് പറഞ്ഞത് സുലൈമാനി ഉറുമ്പാണ്. വഹുവൽ കബീർ, അതാണ് ആ വലിയ ഉറുമ്പ്. ഇതിലാ അദാഫിഹി, അതുകൊണ്ട് ശല്യമില്ല. അപ്പൊ ആ ഉറുമ്പിനെ കൊല്ലരുത്. ബിഖിലാഫി സ്വഗീർ, ചെറിയ ഉറുമ്പ് അങ്ങനെയല്ല, അതിനെ കൊല്ലാം. ലി അദാഹു, അതുകൊണ്ട് ശല്യമുണ്ട്. ഫയഹില്ലു ഖത്ലുഹു, അതിനെ കൊല്ലാം. ബൽ വഹർഖുഹു, അതിനെ കരിക്കുകയും ചെയ്യാം. ഇല്ലം യന്തഫി ഇല്ലാ ബിഹി, കരിക്കൽ കൊണ്ടല്ലാതെ അതിന്റെ ചാകുന്നില്ലെങ്കിൽ അതിനെ കരിക്കുകയും ചെയ്യാം. കൽ ഖംലി, തേനുകളെ പോലെ എന്ന് ഫുഖഹാ പറയുന്നു. തുഹ്ഫ 9/383 നോക്കിയാൽ കാണാം. ഇതിൽ നിന്ന് കൊതുകുകളെ പ്രസ്തുത ബാറ്റ് ഉപയോഗിച്ച് നമുക്ക് നശിപ്പിക്കാം എന്ന് മനസ്സിലാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചോദ്യം എന്താണ്, അതായത് നരമ്പിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുമോ? ചില ആളുകൾ പറയുന്നുണ്ട് നരമ്പിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ ഗ്ലൂക്കോസ് കയറ്റിയാലും നോമ്പ് മുറിയുമെന്ന്. ചില ആളുകൾ പറയുന്നു മുറിയില്ല എന്ന്. അപ്പൊ അതിൻ്റെ ഒരു നിജസ്ഥിതി ഒന്ന് ഫിഖിയായ, അതായത് മസാലപരമായിട്ടുള്ള ചെറിയായ വിധി പറഞ്ഞു തരാൻ വളരെ ഉപകാരമായിരുന്നു. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് ചേർന്നാലാണ് നോമ്പ് മുറിയുക. അതിന്റെ പുറമെ തലച്ചോറ്, വയറ്, ആമാശയം, മൂത്രസഞ്ചി തുടങ്ങിയ ഫുഖഹാ പറഞ്ഞ പരിചയപ്പെടുത്തിയ ഉള്ള് എന്ന് പറയപ്പെടുന്ന ഭാഗത്തേക്കും തടിയുള്ള വസ്തു കുത്തിയാൽ നോമ്പ് മുറിയും. ഇനി നമുക്ക് ഇഞ്ചക്ഷന്റെ മസലയിലേക്ക് വരാം. ഈ പറഞ്ഞ രണ്ട് രൂപത്തിലുമുള്ളതല്ല ഇഞ്ചക്ഷന്റെ നിയമം. കാരണം ഇവിടെ മസിലിലേക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ നോമ്പ് മുറിയൂല എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതേ സമയത്ത് നരമ്പിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴാണ് അവിടെ തർക്കമുള്ളത്. അവിടെയും നോമ്പ് മുറിയൂല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ അഇമ്മത്ത് വളരെ സൂക്ഷ്മമായി മാ യുസമ്മ ജൗഫൻ, ഉള്ള് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ വളരെ വ്യക്തമായി നിർണയിച്ചു കഴിഞ്ഞു. ഉസൂലുൽ ഐനി ഇലാ മാ യുസമ്മ ജൗഫൻ, ജൗഫ് എന്ന് പറയപ്പെടുന്ന ഭാഗത്തേക്ക് തടിയുള്ളത് ചേരുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഫുഖഹാ ഇഹ്ലീൽ വരെ ചർച്ച ചെയ്തു. ഇഹ്ലീൽ എന്ന് പറഞ്ഞാൽ മുലപ്പാൽ വരുന്ന സ്ഥലം അടക്കം.
ആ വസ്തുവിലേക്ക് തടി ചേരുന്ന മസ്അല വരെ ഫുഖഹാ ചർച്ച ചെയ്തു. അതേ ഫുഖഹാ കണ്ണിന്റെ ഉള്ളിലൂടെ വല്ലതും ഉള്ളിലേക്ക് ചേർന്നാൽ, സുറുമയിട്ടാൽ, കണ്ണിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയൂല എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞത് ഇത് ലാ മൻഫദ മിൻ ഐനിഹി ലി ഹൽക്കിഹി, അവന്റെ തൊണ്ടയിലേക്ക് കണ്ണിൽ നിന്ന് ദോരമില്ല. ഫഹുവക്കൽ വാസിലി മിനൽ മസാമി, അപ്പോൾ അത് രോമക്കുത്തിലൂടെ ഒക്കെ ചേരുന്നത് പോലെയാണ്. അപ്പൊ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് തൊണ്ടയിലേക്ക് ദോരമില്ല എന്ന് ഫുഖഹാ തീർത്തു പറഞ്ഞു. അവിടെ ഷെർവാനി എഴുതുന്നു ഫീഹി അന്ന അഹ്ല തശ്രീഹി യുസ്ബിത്തൂനഹു, എന്നാൽ മെഡിക്കൽ വിദഗ്ധർ കണ്ണിൽ നിന്ന് തൊണ്ടയിലേക്ക് ദോരമുണ്ട് എന്നാണല്ലോ പറയുന്നത്. വഖദ് യുജാബു, അതിന് മറുപടി നൽകാം, ബി അന്നഹു ലി ഖഫാഇഹി വസ്സിഗരിഹി, ആ കണ്ണിൽ നിന്ന് തൊണ്ടയിലേക്കുള്ള ആ ഒരു ദോരം അത് വളരെ ഗോപ്യമായതുകൊണ്ടും ചെറുതായതുകൊണ്ടും മുൽഹഖും ബിൽ മസാം, അത് രോമക്കുത്ത് പോലെയാണ്. അപ്പൊ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് തൊണ്ടയിലേക്ക് വരുന്ന ആ ഒരു ദോരം പോലും ചെറുതായതുകൊണ്ടും വളരെ ഗോപ്യമായതുകൊണ്ടും ഫുഖഹാ അത് പരിഗണിച്ചില്ല എന്ന് വളരെ വ്യക്തം. ഇനി നമുക്ക് മറ്റൊരു മസ്അലയിലേക്ക് വരാം. തുഹ്ഫയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഫസ്റ്റ് ഹിജാമത്ത് കൊണ്ട് നോമ്പ് മുറിയൂല എന്ന്. ഫസ്റ്റ് ഹിജാമത്ത് കൊണ്ട് നോമ്പ് മുറിയൂല. നബിസ് വലാ യുഫ്തിറു ബിൽ ഫസ്തി വൽ ഹിജാമ, ഫസ്റ്റ് ഹിജാമത്ത് കൊണ്ട് നോമ്പ് മുറിയൂല. എന്താണ് കൊമ്പ് വെക്കലും കൊത്തിവെക്കലും? അതുകൊണ്ട് നോമ്പ് മുറിയൂല എന്ന് പറഞ്ഞു. എന്താണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്? നമുക്ക് പണ്ഡിതന്മാരുടെ ഇബാറത്തുകളിലേക്ക് വരാം. അൽ ഫസ്ദു ഫിൽ ലുഗത്തി ഹുവ ശക്കുൽ ഇർഖ്, നരമ്പ് കീറുന്നതിനാണ് ഭാഷയിൽ ഫസ്ദ് എന്ന് പറയാ. ഫസ്റ്റ് മെഡിക്കലിൽ ഫസ്റ്റിനെ എന്തായിട്ടാണ് കാണുന്നത്? ഇഖ്റാജു ദമിൻ മിൻ അഹദി അജ്സാഇൽ ജിസ്മി അൻ ത്വരീഖി ഇഹ്ദാസി ഷഖ്ഖിൻ ഫീ വരീദിൻ റഈസിയ്യിൻ മിനൽ ജിസ്മി, ശരീരത്തിൽ നിന്ന് റഈസിയായൊരു വരീദ് അഥവാ അടിസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നരമ്പിൽ ഒരു കീറലുണ്ടാക്കിയിട്ട് രക്തം പുറത്തേക്കെടുക്കുന്നതിനാണ് ഫസ്ദ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നരമ്പ് മുറിച്ച് ചോര പുറത്തേക്ക് കൊണ്ടുവരിക, ഇതിനാണ് ഫസ്ദ് എന്ന് പറയുക. ഈ ഫസ്ദ് നടത്തുമ്പോൾ സൂര്യാകട്ടെ, മുറിക്കുന്ന കത്തിരിയോ ബ്ലേഡോ എന്തുമാവട്ടെ, അത് ആ നരമ്പിന്റെ ഉള്ളിലേക്ക് കേറും എന്നത് വ്യക്തമാണല്ലോ. എന്നിട്ട് അതുകൊണ്ട് നോമ്പ് മുറിയൂല എന്ന് ഫുഖഹാ വ്യക്തമായി പറഞ്ഞതല്ലേ? തുഹ്ഫ 3/411 ഇത് വ്യക്തമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ആമാശയം, തലച്ചോറ്, മൂത്രസഞ്ചി തുടങ്ങിയ ജൗഫ് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് കത്തിയോ മറ്റോ കുത്തിക്കയറ്റിയാൽ നോമ്പ് മുറിയും. അതേ സമയത്ത് നരമ്പുകളുടെ ഉള്ള് ഫുഖഹാ പരിഗണിക്കുന്നില്ല. കണ്ണുകളുടെ ഉള്ള് പരിഗണിക്കാത്തത് പോലെ തന്നെ കണ്ണുകളുടെ ഉള്ള്, കണ്ണിൽ നിന്ന് തൊണ്ടയിലേക്ക് പോകുന്ന ദൂരം വളരെ ഗോപ്യമായതും ചെറുതായതുകൊണ്ടും അത് പരിഗണിക്കുന്നില്ല എന്ന് ഷെർവാനി പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് നരമ്പുകളുടെ ഉള്ളിലൂടെ പോകുന്ന ദൂരവും. അതിന് ഈദാകുന്ന ഇബാറത്താണ് ഫസ്ദ് കൊണ്ട് നോമ്പ് മുറിയൂല എന്നത്. ഫസ്ദ് എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നരമ്പ് മുറിച്ച് ചോര പുറത്തേക്ക് എടുക്കലാണ്. വല്ലാഹു അഅലമു ബിസ്സവാബ്. അസ്സലാമു അലൈക്കും. അതുപോലെ ഇപ്പൊ ഒരാള് വെള്ളത്തിൽ ഇറങ്ങി നിന്നു, കുറെ നേരം നിന്നപ്പോ അയാളെ രോമകുത്തിലൂടെ ഒക്കെ വെള്ളം കയറി അതൊന്ന് ശരീരം ചീർത്ത്, അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയുമോ? രോമക്കുത്തിലൂടെ വെള്ളം ചേർന്നാൽ നോമ്പ് മുറിയൂല.
കാരണം ഷറഅ് അതിനെ ഒരു പരിഗണിക്കപ്പെടുന്ന ദ്വാരമായി, തുറക്കപ്പെട്ട ദ്വാരമായി ഷറഅ് പരിഗണിക്കുന്നില്ല എന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബാത്റൂമിൽ പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നുള്ള ദിക്ർ ചൊല്ലണം എന്നാണ്. ഇവിടെ ഈ ദിക്ർ ബാത്റൂമിൽ ഖളാഉൽ ഹാവജത്തിന് വേണ്ടി മാത്രം പ്രവേശിക്കുമ്പോഴാണോ, അതല്ല ബാത്റൂമിൽ പ്രവേശിക്കുക എന്ന ആ എപ്പോൾ പ്രവേശിക്കുകയാണെങ്കിലും എന്തിനു വേണ്ടി പ്രവേശിക്കുകയാണെങ്കിലും എന്നുണ്ടോ? ഒരാള് ഇപ്പൊ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാഷ് ബേസ് ഒക്കെ ഈ ബാത്റൂമിൽ തന്നെ ആയിരിക്കും. പാത്രം കഴുകാനും അത് മറ്റു ബ്രഷ് ചെയ്യാനും ഇങ്ങനൊക്കെ പ്രവേശിക്കുമ്പോൾ ഇവിടെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയേണ്ടതുണ്ടോ? അതോ ഖളാഉൽ ഹാജത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് മാത്രം മതിയോ? ബാത്റൂമിലേക്ക് പ്രവേശിച്ച് ശേഷം മറ്റു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇരിക്കുമ്പോൾ മാത്രം മതിയോ? അതോ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ എന്ന് പറഞ്ഞ ആ സുന്നത്ത് അപ്പൊ ചൊല്ലിയാൽ ലഭിക്കുമോ? അതുപോലെ ബാത്റൂമിൽ പ്രവേശിച്ചു മൂത്രമൊഴിക്കുന്ന സമയത്ത് തലമറക്കാൻ ഒന്നും ലഭിച്ചില്ല, അല്ലെങ്കിൽ തലമറക്കാനുള്ള മറന്നുപോയി. ആ സമയത്ത് മൂത്രമൊഴിക്കുന്ന സമയത്ത് അവന്റെ ഏതെങ്കിലും ഒരു കൈ കൊണ്ട് അവൻ തല ഒന്ന് മറച്ചു പിടിച്ചു. ഫുള്ളായിട്ട് മറക്കാൻ സാധിക്കൂല, ഒരു കൈയിന്റെ മറവേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ തല മറച്ചതിന്റെ കൂലി ലഭിക്കുമോ എന്ന് കൂടി ഉസ്താദുമാർ ഒന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാത്റൂമിൽ കയറുന്ന സമയത്ത് അത് എന്ത് ആവശ്യത്തിന് വേണ്ടി കയറുകയാണെങ്കിലും ആ ദിക്ർ ചൊല്ലലും അതുപോലെയുള്ള മറ്റ് അദബുകളും സുന്നത്താണ്. തുഹ്ഫ 157 ഇങ്ങനെ വായിക്കാം: യുഖദ്ദിമു ദാഖിലുൽ ഖലാഇ യസാറഹു. ഖലായിൽ പ്രവേശിക്കുന്ന ആൾ അവന്റെ ഇടത്തെ കാല് മുന്തിക്കണം. വലൗലി ഹാജത്തിൻ ഉഖ്റ, അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി. അവിടെ വകദാഫി അക്സരിൽ ആദാബിൽ ആത്തിയ, വരാൻ പോകുന്ന അധിക അദബുകളും ഇങ്ങനെ തന്നെയാണ്. എന്ത് ആവശ്യത്തിന് കയറുന്നവരും ആ അദബുകൾ മുറുകെ പിടിക്കണം. മറ്റു ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞെടുത്ത് ഷെർവാനി എഴുതുന്നു കവളഇ മത്താഇൻ ഔ അഖ്ദിഹി. ഒരു വസ്തു അവിടെ വെക്കുവാനോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വസ്തു എടുക്കുവാനോ പോകുമ്പോഴും ഈ പറഞ്ഞ അദബുകളൊക്കെ കീപ്പ് ചെയ്യൽ സുന്നത്താണ്. പിന്നെ ബിസ്മില്ലാ എന്ന് തുടങ്ങുന്ന ദിക്ർ, അതിനെ പറ്റിയിട്ടും പറയുന്നു. വയഖൂലു ഇൻദ ദുഖൂലിഹി, അവൻ പ്രവേശിക്കുന്ന സമയത്ത് പറയണം. ഐ ഉസൂലിഹി ലി മഹല്ലി ഖളാഇ ഹാജത്തിഹി ഔ ലി ബാബിഹി, ഖളാഉൽ ഹാജത്തിന്റെ മഹല്ലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വാതിലിലേക്ക് എത്തുമ്പോൾ അവൻ പറയണം. വലൗലി ഹാജത്തിൻ ഉഖ്റ, അതും മറ്റു ആവശ്യങ്ങൾക്ക് പ്രവേശിക്കുന്നവനായാലും ശരി പറയണം. ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി എന്ന് പറയണം. അവിടെ ഷെർവാനി എഴുതുന്നു, മറ്റു ആവശ്യത്തിന് വേണ്ടി പ്രവേശിക്കുന്നവർ ദിക്ർ ചെല്ലണം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കയറുമ്പോ ഉള്ള ദിക്ർ ചെല്ലിയാൽ മതി. മറ്റൊരാവശ്യത്തിന് വേണ്ടി പോകുന്നവൻ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ദുആഓ അത് ചെല്ലേണ്ടതില്ല. അമ്മാ ബിൻ നിസ്ബത്തി ലിദ്ദുആഇക ഖൗലി ഉഫ്റാനക, ആ ദുആ ഉഫ്റാനക അല്ലാഹുമ്മ എന്നുള്ള ദുആ ഫയഖ്തസ്സു ബിഖാദിൽ ഹാജ, അത് ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയവർക്ക് മാത്രമേ പ്രത്യേകമാണ്. കാരണം എന്താ?
അവിടെ പറയുന്നത്, ആ ദുആയിൽ പറയുന്നത് എന്റെ വയറ്റിലുള്ള മാലിന്യങ്ങൾ പുറത്താക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണല്ലോ. ഇവൻ വസ്തു വെക്കാൻ പോയതല്ലേ, ഇവന്റെ മാലിന്യൊന്നും പുറത്തു പോയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പോരുമ്പോഴുള്ള ദിക്ർ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി കയറിയവൻ ചെല്ലണ്ട. അങ്ങോട്ട് പോകുമ്പോഴുള്ള ദുആയിൽ ആ ഒരു പരാമർശം ഇല്ലാത്തത് കൊണ്ട് അത് എന്ത് ആവശ്യത്തിന് വേണ്ടി പോയാലും അവരത് ചെല്ലണം. ത്വഫ 1-172 173 ഷെർവാനി സഹിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. വളരെയധികം സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സാജി ഉസ്താദിനും അതുപോലെ നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സും നാഫിയായ ഇൽമും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഇൽമ് നമുക്കൊക്കെ പകർത്തി തന്നതിന് അർഹമായ പ്രതിഫലം അല്ലാഹു ഇരു ലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. പിന്നെ തലമറക്കലുമായി ബന്ധപ്പെട്ട് ബുഷ്റൽ കരീമിൽ ഇങ്ങനെ കാണാം: യുസ്തഹബ്ബു ലിഖാദിൽ ഹാജതി ബൗലൻ ഔ ഗായിതൻ അൻ യൽബസ നഅലൈഹി. 2 ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ്. വയസ്തുറ റഅസഹു, തലമറക്കലും സുന്നത്താണ്. ആ തലമറക്കുക എന്നതിനെ പറ്റി ബുഷ്റൽ കരീം എഴുതുന്നു: വലൗ ബി കുമ്മിഹി, അതവന്റെ കുപ്പായ കൈക്കൊണ്ടാണെങ്കിലും ശരി അവൻ തലമറക്കണം. ലിൽ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റിയതിന് വേണ്ടി. അപ്പോ കൈകൊണ്ട് മറക്കുമ്പോൾ അതിന്റെ കൂലിയെങ്കിലും കിട്ടും. അൽ മൈസൂറു ലാ യസ്ഖുതു ബിൽ മഅസൂർ. തല മുഴുവൻ മറക്കൽ പ്രയാസമാണെങ്കിൽ അല്പം കഴിയുന്നത് മറക്കുമ്പോൾ അതിന്റെ കൂലി കിട്ടും എന്ന ഖാഇദയിൽ നിന്ന് ഇത് വളരെ വ്യക്തമാകുന്നതാണ്. അസ്സലാമു അലൈക്കും. സോ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സാധാരണ സലഫികൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു, പണ്ഡിതന്മാർ അവർക്കൊരു പ്രത്യേക വേഷം ധരിക്കാൻ, അവർ അങ്ങനെ വേഷത്തില് അവർ വ്യത്യസ്തത പുലർത്തണമെന്ന് തെളിയിക്കുന്ന വല്ല രേഖകളോ അല്ലെങ്കിൽ അതിന് കണക്കായ വല്ല കോട്ടിങ്ങോ ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ? പണ്ഡിതന്മാര് പ്രത്യേകമായ വേഷം ധരിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിൽ ഇങ്ങനെ പറയുന്നു: കമാ അന്ന ലുബ്സർ റഫീഇ ലിൽ ഉലമാഇ മഹ്ബൂബുൻ, മുന്തിയ വസ്ത്രം ധരിക്കൽ പണ്ഡിതന്മാർക്ക് സുന്നത്താണ്. ബിഖസ്തിംതിസാലി അവാമിരിഹിം വ ഇഷാറാത്തിഹിം, അവരുടെ കൽപ്പനകളും അവരുടെ ഇഷാറത്തുകളും സ്വീകരിക്കപ്പെടുക എന്ന ഉദ്ദേശത്തിൽ. വ ഇജ്ലാലിൽ ഇൽമി, ഇൽമിനെ ബഹുമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ. വ ഈഖാഇ ഹൈബത്തിഹി ഫി ഖുലൂബിൽ ആമ്മ, സാധാരണക്കാരുടെ ഹൃദയത്തിൽ പണ്ഡിതന്റെ ഗാംഭീര്യം അനുഭവപ്പെടാൻ. ലിയുതലഖ അൻകും മാ ബറസ മിൻഹും മിനൽ അവാമിരി വന്നവാഇ വസ്സവാജിരി വത്തഗ്ലീറാത്ത്, പണ്ഡിതന്മാർ നൽകുന്ന കൽപ്പനകളും ശാസനകളും താക്കീതുകളും ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി. വഖദ് ലബിസൽ ഇസ്സ് ബിൻ അബ്ദുസ്സലാം, സുൽത്താനുൽ ഉലമ ഇസ്സ് ബിൻ അബ്ദുസ്സലാം ധരിച്ചു. സിയസ് ദുഹാദ്, പാവങ്ങളുടെ ഡ്രസ്സ് ധരിച്ചു. ബി മക്ക, മക്കയിൽ വെച്ച്. ലമ്മ ഹജ്ജ, മൂപ്പര് ഹജ്ജ് ചെയ്തപ്പോൾ. ഫഅമറ ബിമഅറൂഫിൻ വനഹ അൻ മുൻകരിൻ, നല്ലത് കൊണ്ട് മൂപ്പര് കൽപ്പിച്ചു, ചീത്ത കൊണ്ട് മൂപ്പര് തടഞ്ഞു. ഫലം യുൽതഫത്ത് ഇലൈഹി, ആരും അത് മൈൻഡ് ചെയ്തില്ല. ഫഖീല ലഹു, അപ്പൊ മൂപ്പരോട് ആരോ ചോദിച്ചു, പറഞ്ഞു, ലസ്ത മിൻ അഹ്ലിൽ ഇൻകാർ, നിങ്ങളൊന്നും വിമർശിക്കാൻ പറ്റിയ ആളല്ല. വ ഇന്നമാ യുൻകിറുൽ ഉലമാ, പണ്ഡിതന്മാർക്കാണ് വിമർശിക്കാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മനസ്സിലാക്കി ഈ പാവങ്ങളുടെ ഡ്രസ്സ് ധരിച്ചതാണ് കുഴപ്പമെന്ന്. ഫലബിസ സിയാബൻ നഫീസത കസ്തൈലസാൻ വദവാത്തൽ അക്മാമിൽ വാസിഅ വനഹ്വഹാ. അപ്പോ ഇമാം അവറുകള് വലിയ കന്തുറയും ഷാളും ഒക്കെ ഇട്ടിട്ട് വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഫംതുസില അംറുഹു വഖുലിഅ ലിഖൗലിഹി, അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ചു, അദ്ദേഹത്തിന്റെ ആജ്ഞകൾ ശിരസ വഹിച്ചു. അതുകൊണ്ട് പണ്ഡിതന്മാർ മുന്തിയത് ധരിക്കണമെന്ന് ഇബ്നു ഹജർ തങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ
ഇമാം നാസിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീനത്തുൽ അസ്റാറിൽ ഇങ്ങനെ കാണാം. വാഖിഅ സൂറത്ത് സൂറത്തുൽ ഗിന സമ്പാദ്യത്തിന്റെയും അതുപോലെ ധനത്തിന്റെയും സൂറത്താണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ധനമുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഖുർആൻ ഓതാൻ പറ്റുമോ? ഓതാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഖാലൽ ഇമാമു ഷാത്തിബി, ഇമാം ഷാത്തിബി തങ്ങൾ പറയുകയാണ്, ലാ ബുദ്ദലിൽ ആലിമി, ഒരു പണ്ഡിതന് അത്യാവശ്യമാണ്, മീൻ മാലിൻ വജാഹിൻ, നല്ല പേരും വേണം, നല്ല പൈസയും വേണം, ഹത്താ ലാ യദില്ല ലി അഹദിൻ വലാ യഹ്താജ ഇലാ അഹദിൻ, ആരുടെ മുമ്പിലും ഒരു ആലിം തരം താഴാൻ പാടില്ല, ആരിലേക്കും ആവശ്യമാകാനും പാടില്ല. അതുകൊണ്ട് ആലിം എപ്പോഴും മുന്തിയ അവസ്ഥയിലായിരിക്കണം, എന്നാലാണ് ദീനിന് നിലനിൽപ്പുണ്ടാകുക എന്ന് ഇമാം ഷാത്തിബി റളിയല്ലാഹു അൻഹു പറയുന്നത് ഖസീനത്തുൽ അസ്റാറിലും കാണുന്നു. പിന്നെ ഒരു സംശയമുള്ളത്, വിദഗ്ധരുമായിട്ടുള്ള വിവാഹ ബന്ധത്തെ പറ്റിയാണ്. നമ്മുടെ നാട്ടിലത്തെ പൊതുവെ ഉള്ള നാട്ടില് മുജാഹിദ് ജമാഅത്ത് അല്ല ഉള്ള മറ്റുള്ള നമ്മൾ സുന്നി കുടുംബത്തിൽ നിന്ന് നമ്മളെ മക്കളെ മുജാഹിദ് കുടുംബത്തിലേക്ക് അണയ്ക്കാൻ പറ്റുമോ? നിക്കാഹ് കൊടുക്കാൻ പറ്റുമോ? ആ നിക്കാഹ് ശരിയാകുമോ? അതല്ല അവിടുന്ന് പെൺകുട്ടികളെ നമുക്ക് കെട്ടിച്ചെടുക്കാൻ പറ്റുമോ? ആ നിക്കാഹ് എങ്ങനെ ശരിയാകുമോ? പിന്നെ നമ്മളെ മക്കളെ കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷമാണ് അവര് മുജാഹിദ് എന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നും പറഞ്ഞത്. ബിദ്അത്തുകാരുമായി വിവാഹബന്ധം ഏർപ്പെടുന്നതിനെ പറ്റി പല ഇമാമീങ്ങളും കർശനമായ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. സുന്നിയത്തായ പെണ്ണും മുബത്തദിആയ ആണും കുഫു ഒക്കൂല, അവർ തമ്മിൽ കുഫുവില്ല എന്നുള്ളത് ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് തഫ്സീറുൽ ഖുർത്തുബിയിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: മൻ സവ്വജ കരീമത്തഹു മിൻ മുബ്തദിഇൻ, തന്റെ പൊന്നുമോളെ പുത്തൻവാദിക്ക് ഒരാൾ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഫഖദ് ഖതഅ റഹിമഹ, അവളുമായിട്ടുള്ള കുടുംബ ബന്ധത്തെയാണ് അവൻ എന്നേക്കുമായി മുറിച്ചു കളയുന്നത്. വമൻ ജലസ മഅ സാഹിബി ബിദ്അത്തിൻ, പുത്തൻവാദിയോടൊപ്പം ഇരുന്നാൽ ലം യുഅത്തൽ ഹിക്മ, അവനിക്ക് ജ്ഞാനം കൊടുക്കപ്പെടുകയില്ല. മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ഇഷ്ടപ്പെട്ടാൽ അഹ്ബത്തല്ലാഹു അമലഹു, അവന്റെ അമലിനെ അല്ലാഹു തആല പൊളിച്ചു കളയും. മൻ വഖറ സാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ദീന് പൊളിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. തുടങ്ങിയ ഒരുപാട് ഇബാറത്തുകൾ ഇമാമുകളുടെ കിതാബുകളിൽ കാണാം. അതേപോലെ തന്നെയാണ് നമസ്കാരവും. സമ്മതന്റെ സംബന്ധിച്ച് നമ്മൾ തറാഹി നിസ്കരിക്കുന്നു. തറാഹിനെ കൂടെ നമ്മൾ 20 റക്അത്ത് സുബൈ കലാവ് കിട്ടുന്നു. നമ്മളൊപ്പം ഇന്നലെ നിന്നിട്ട് നമ്മൾ കലാവിനെ ഏറ്റി വെച്ച് തറാഹിനെ കൂടെ തുറന്നാൽ നമുക്ക് ആ കലാവും ശരിയാകുമോ? കലാവ് ഇടുമോ? തറാഹിന് കൂലിയും കിട്ടുമോ? ഇതേ തന്നെയാണ് അതിനും വരുന്നതും പറഞ്ഞു. നേരത്തെ 2084 സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. തറാവീഹ് നിസ്കാരം ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കുമ്പോൾ നഷ്ടപ്പെട്ട സുബഹി ഖളാ വിട്ടാൻ അതിന്റെ കൂടെ കരുതാൻ പറ്റുമോ? അങ്ങനെ കരുതാൻ പറ്റൂല. നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ മറ്റുള്ളതിൽ പ്രവേശിക്കുന്നതും പ്രവേശിക്കാത്തതുമുണ്ട്. ഉദാഹരണം പറയാം, തഹിയ്യത്ത് നിസ്കാരം. പള്ളിയിൽ കയറിയിട്ട് ഏതെങ്കിലും ഫർളോ മറ്റോ നിസ്കരിച്ചാൽ തഹിയ്യത്ത് കിട്ടും. അതുപോലെ തവാഫിന്റെ നിസ്കാരം, ഇതൊക്കെ, അതുപോലെ തഹജ്ജുദ് നിസ്കാരം, ഇതെല്ലാം മറ്റൊന്നിൽ കയറുന്ന നിസ്കാരമാണ്. അതേ സമയത്ത് തറാവീഹ് നിസ്കാരം അത് സെപ്പറേറ്റ് തന്നെ സുന്നത്തുള്ളതാണ്. അതിന്റെ കൂടെ
പ്രധാനപ്പെട്ട ഉദ്ദേശമായ അല്ലെങ്കിൽ ഫർളായ സുബഹി കൂട്ടാൻ പറ്റൂല എന്നതാണ് നിയമം. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അഷ്ബാഹു വൻ നളാഇറിൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ഇദജ്തമഅ അംറാനി മിൻ ജിൻസിൻ വാഹിദിൻ, ഒരേ ജിൻസിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടി, വലം യഖ്തലിഫു മഖ്സൂദുഹുമ, അതിന്റെ ഉദ്ദേശം രണ്ടും ഒന്നാണ്, രണ്ട് കാര്യത്തിന്റെയും ഉദ്ദേശം ഒന്നാണ്, എന്നാൽ ദഖല അഹദുഹുമാ ഫിൽ ആഖിർ, ഒന്ന് മറ്റേതിൽ കടക്കും, ഗാലിബൻ ഗാലിബില്. ഇപ്പൊ ഉദാഹരണം പറയാ, അശുദ്ധിയും ജനാപത്തും ഉണ്ടായാൽ, ചെറിയ അശുദ്ധിയും ജനാപത്തും ഉണ്ടായാൽ കുളി മാത്രം മതി, എന്നാൽ തന്നെ രണ്ടും കിട്ടും. അതുപോലെ പള്ളിയിൽ കയറി ഫർള് നിസ്കരിച്ചാൽ തഹിയ്യത്ത് കിട്ടും, കാരണം രണ്ടിന്റെയും ഉദ്ദേശം പള്ളിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നൽകലാണ്. തവാഫിന്റെ ഉടനെ ഫർള് നിസ്കരിച്ചാൽ തവാഫിന്റെ 2 റക്അത്തായി അത് കിട്ടും. അപ്പോ ഉദ്ദേശം ഒന്നാണെങ്കിൽ രണ്ടും കേറും, രണ്ടും രണ്ട് ഉദ്ദേശമാണെങ്കിൽ ഒന്ന് മറ്റേതിൽ കേറൂല. ഗാലിബൻ അങ്ങനെയാണ് നിയമം എന്നാണ് ഇമാം സുയൂത്തി ഫിഖഹിന്റെ ഖവാഇദ് വിശദീകരിച്ചോടുത്ത് അഷ്ബാഉ നളാഇറിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഒരു സംശയം, നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട്, നമ്മളൊക്കെ പഠിച്ചു വന്നതാണ്, നായ പന്നി പോലെയുള്ള വസ്തുക്കളെ കൊണ്ട് നജസായി കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണമെന്നും അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം എന്നുമൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിന് വിപരീതമായിക്കൊണ്ട് ഒരു പ്രഭാഷണത്തിൽ 7 പ്രാവശ്യം കഴുകുന്നതിൽ ഒരു പ്രാവശ്യം ഈ മണ്ണ് കലക്കിയ വെള്ളം അതിന് പകരമായി സോപ്പ് പോലെയുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ചുകൊണ്ട് കഴുകിയാൽ അത് മതിയാവുന്നതാണ് എന്ന രൂപത്തിൽ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അതിൻ്റെ ഒരു മറുപടി സാധുമാരിൽ നിന്ന് പ്രദർശിക്കുന്നു. ആ ക്ലിപ്പ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് പിറകിൽ ഫോർവേഡ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. നായ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണമെന്നും അതിലൊരു പ്രാവശ്യം മണ്ണ് കൊണ്ടാകണമെന്നുമുള്ളത് ഹദീസിന്റെ നസ്സാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുഹൂറു ഇനാഇ അഹദിക്കും ഇദാ വലഅ ഫീഹിൽ കൽബു അൻ യഗ്സിലഹു 7 മറാത്ത് ഊലാഹുന്ന ബിത്തുറാബ്. 7 പ്രാവശ്യം കഴുകലാണ് നായ തൊട്ടാൽ, നായ തലയിട്ടാലുള്ള ശുദ്ധീകരണം. അതിലൊരു പ്രാവശ്യം മണ്ണ് കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വഹീഹായ ഹദീസാണ്. അതേ സമയത്ത് ഈ പ്രസംഗത്തിൽ പറഞ്ഞത് അങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇമാം നവവി തങ്ങളുടെ മിൻഹാജിൽ ഇങ്ങനെ പറയുന്നു, വൽ അൽഹറു തഅയ്യുനു തുറാബ്, അൽഹറായ അഭിപ്രായമനുസരിച്ച് മണ്ണ് തന്നെ വേണം, മറ്റൊന്ന് പറ്റൂല. അതിന് കാരണം ഇബ്നു ഹജർ തുഹ്ഫയിൽ ഇങ്ങനെ പറയുന്നു, ലി അന്നഹു മഅ്മൂറുൻ ബിഹി ലിത്തത്ഹീർ, ശുദ്ധിയാക്കാൻ മണ്ണാണ് കൽപ്പിക്കപ്പെട്ടത്. ഇതിൽ ഖസ്തു മിൻഹു, എന്തുകൊണ്ട്? മണ്ണ് ഉപയോഗിക്കണമെന്നത് കൊണ്ടുള്ള ഉദ്ദേശം അൽ ജംഉ ബൈന നൗഅയി ത്വഹൂർ, ത്വഹൂറിന്റെ 2 ഇനവും കൂടി ജമ്മു ചെയ്യലാണ്. അഥവാ മണ്ണുകൊണ്ടുമുള്ള ശുദ്ധി, വെള്ളം കൊണ്ടുമുള്ള ശുദ്ധി. ഫലം യക്കും ഗൈറുഹു മിൻ നഹ്വി അസ്നാനിൻ, അതേ സമയത്ത് മണ്ണിന്റെ സ്ഥാനത്ത് മറ്റുള്ളത് നിൽക്കൂല എന്ന് തുഹ്ഫ 1:314 പറയുന്നു. അതേ സമയത്ത് ഇത് ഒരു അൽഹറായ ഒരു ഖൗലാണ്.
അൽഹറിന്റെ മുക്കാബില ശക്തിയുള്ള സാനിയാണ്. ആ സാനി എന്താണെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. മഹല്ലി 1:74 പറയുന്നു, വസാനി ലാ, സാനിക്കാര് പറയുന്നു മണ്ണ് തന്നെ വേണമെന്നില്ല, വയഖൂമു ഗൈറുഹു മഖാമഹു, മണ്ണല്ലാത്തതും മണ്ണിന്റെ സ്ഥാനത്ത് നിൽക്കും, കൽ ഉഷ്നാനി വസ്സാബൂനി. അപ്പൊ ഡിറ്റർജന്റ് പൊടികളും മണ്ണിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് ഷാഫിഈ മദ്ഹബിലെ നല്ല ഒരു വിഭാഗം അസ്ഹാബിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചില ആധുനികർ അങ്ങനെ പറയുന്നു എന്ന് പറയേണ്ടതില്ല, ചില മുതഖദ്ദിമീങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇബാറത്തുകളിൽ നിന്ന് വരുന്നത്. ഏതായാലും അൽഹറിനെതിരായതുകൊണ്ട് അങ്ങനെ പബ്ലിക്കിൽ പറയരുതായിരുന്നു എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. എന്താണ് അശ്അരി മദ്ഹബും മാതുരിദി മദ്ഹബും, അവ തമ്മിലുള്ള ഡിഫറൻസ്? അതുപോലെ നമ്മള് കേരളത്തിലുള്ള സുന്നികള് അല്ലെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങള് ഏത് മദ്ഹബാണ് ഫോളോ ചെയ്യുന്നത്? ഒന്ന് വിശദീകരിച്ചതെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. അഖീദയുടെ ഇമാമുകളിൽ പ്രമുഖരായ 2 പേരാണ്. ഒന്ന് അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂ മൻസൂറുൽ മാതുരീദി റളിയല്ലാഹു അൻഹു. ഈ 2 മഹാന്മാരോടാണ് അഖീദയിൽ പിൻപറ്റുന്നത്. ഷാഫിഈ മദ്ഹബുകാർ കൂടുതലായി അശ്അരി ഇമാമിനെയും ഹനഫി മദ്ഹബിന്റെ ആളുകൾ മാതുരീദി ഇമാമിനെയുമാണ് കൂടുതലായി പിൻപറ്റുന്നത്. അശ്അരി മാതുരീദി സരണികൾ തമ്മിൽ ചില്ലറ വിഷയങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ചില വിഷയങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം. തക്ഫീറു അഹ്ലുൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയെ കാഫിറാക്കൽ. വൽ അശ്അരിയു യഹ്തരിസു അൻഹു ബിഖിലാഫിൽ മാതുരീദിയ. കാഫിറാക്കുന്ന വിഷയങ്ങളിൽ കുഫ്റാണെന്ന് ധ്വനിപ്പിക്കുന്ന സംഗതികൾ ഉണ്ടാകുമ്പോൾ കാഫിറാക്കുക എന്ന് പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ അശ്അരി അതിൽ കണിശത പാലിക്കുകയാണ്, പെട്ടെന്ന് അങ്ങനെ പ്രഖ്യാപിക്കൂല. മാതുരീദിയത്ത് അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കുഫ്റാണ് എന്ന് വിധി നടത്തും. അതുപോലെ അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയൽ, അന മുഅ്മിനുൻ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഉറപ്പായ പ്രസ്താവനയാണ്. അതിന്റെ അപ്പുറത്ത് ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ എന്നുള്ളത് കൂട്ടാൻ പറ്റുമോ? ജവ്വസഹുൽ അശ്അരിയത്തു, അശ്അരിയത്ത് അത് ജായിസാക്കി, മാതുരീദിയത്ത് അത് കുഫ്റാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏതാനും ചില്ലറ വിഷയങ്ങൾ മാത്രമാണ് അശ്അരി മാതുരീദി സരണികൾ വ്യത്യാസപ്പെടുന്നത്. ഷർഹുൽ അഖായിദിന്റെ ഹാഷിയയും ഷർഹുൽ അഖായിദിന്റെ ഷർഹ് നിബ്രാസുമാണ് ഇതിന് അവലംബമാക്കിയിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മസാഹിർ ഫിഖ്ഹിയ ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാരെ, മറ്റു ഉസ്താദന്മാരെ സുഖമാണെന്ന് കരുതുന്നു. എനിക്കൊരു ചെറിയ സംശയമാണ്. നമ്മൾ ഇപ്പോൾ കുളി റൂമിൽ കുളിക്കാൻ പോകുന്നു. എന്നാൽ കുളിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ കുളി റൂമിൽ തന്നെ നമ്മൾ മൂത്രിക്കുന്നു. അതിന്റെ വിധി ഒന്ന് അറിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. തുഹ്ഫ 1:169 ഇങ്ങനെ കാണാം. വലാ യബൂല വലാ യതഗവ്വത ഫീ മുസ്തഹമ്മിൻ ലാ മൻഫദ ലഹു. പുറത്തോട്ട് ദ്വാരമില്ലാത്ത ബാത്റൂം, കുളിമുറിയിൽ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യരുത്. ലി അന്നഹു യജ്ലിബുൽ വസ്വസ, അത് വസ്വാസിനെ ഉണ്ടാക്കി തീർക്കും എന്ന് പറയുന്നു. അപ്പൊ വസ്വാസിനെ ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രസ്തുത മൂത്രമൊഴിക്കൽ ഒഴിവാക്കേണ്ടതാണ് എന്ന് വ്യക്തം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ മുഹിമ്മയിലെ
എല്ലാ പണ്ഡിതർക്കും എല്ലാത്തവർക്കും സയ്യിദന്മാർക്കും എല്ലാം സുഖമായിരിക്കും, സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പണ്ഡിതരെ ഒത്തിരി അസ്മാഉൽ ഹുസ്ന ഇട്ടല്ല, ആ ഇട്ട ആള് അതിന്റെ അടുത്ത് ഓരോ അള്ളാഹുവിന്റെ പേരും വേദിരിക്കാൻ വേണ്ടി അതിന്റെ അടുത്ത് ഓരോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ എത്രത്തോളം ഉചിതമാണ്, നല്ലതാണോ, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇതിൽ കാണുന്ന ഫോട്ടോസ് നമ്മൾ പല സ്ഥലത്തും കാണുന്നൊരു ഫോട്ടോസാണ്. നല്ലതിനും അല്ലാത്തതിനും, നല്ലതിന് കാണാറില്ല, തോനും നല്ലതല്ലാത്തിനാണ് ഈ ഫോട്ടോസ് കാണാറുള്ളത്. ഫോട്ടോയിലൊന്നും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ പേര് വേദിരിക്കാൻ ഇടയ്ക്കൊരു ഒരു മുക്തായാലും മതിയല്ലോ, എന്നാലും എന്താവും വേർതിരിയും. അലൈഹിസ്സലാം. അതിന്റെ പുറമെ നമ്മൾ എഴുതി വിടുമ്പോൾ അക്ഷരങ്ങള് ഹർക്കത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിലിപ്പോ ജബ്ബാർ എന്നുള്ളിടത്ത് ഹബ്ബാർ എന്നാണുള്ളത്. അപ്പം അറബി അറിയാത്തവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എത്ര കൂടുതൽ അറിയാത്ത ആൾക്കാർ നോക്കി ചെല്ലുകയാണെങ്കിൽ ഹബ്ബാർ എന്നാണ് പറയാ, ഇപ്പൊ ജബ്ബാറാണല്ലോ. അപ്പൊ അത് ഇവിടുന്ന് ആൾക്കാർ തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. ഞാനല്ല, നല്ല ആളായിട്ട് പറയില്ല, തെറ്റെല്ലാവർക്കും സംഭവിക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പേരൊക്കെ നമ്മൾ എഴുതി വിടുമ്പോൾ പലവട്ടം നോക്കി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ. ഇതിപ്പം ഒന്നാണ്ട് ഇങ്ങനത്തെ ഓരോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താലും ഇതിനങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു കാര്യം എന്ത് ചെയ്യും, ഇതിലൊക്കെ എന്താ പിഴവ് സംഭവിച്ചാൽ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പേര് ഇതിന്റെ കിതാബിന്റെ ഈ വാർത്തകളും അതുപോലെ ഒക്കെ ആവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് എഴുതിയ ആള് ഇട്ട ആള് ശ്രദ്ധിക്കും, കേൾക്കുന്നുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. ഹബ്ബാറല്ല, ജബ്ബാറാണ്. അതുപോലെ ആ ഫോട്ടോസിനെ പറ്റി പണ്ഡിതന്മാർ അങ്ങനത്തെ ഫോട്ടോസ് ഇടുന്നത് നല്ലതാണോ അല്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 117 ഉസ്താദ് പറഞ്ഞതിൽ ശരിയുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ പേരുകളുടെ ഇടയിൽ ചേർക്കപ്പെടാൻ പറ്റുന്ന ഒരു സിമ്പിൾ അല്ല ആ കൊടുത്ത റൊമാൻറ്റിക് ലവ് സിമ്പിൾ. കാരണം അത് ഹാർട്ടിന്റെ സിമ്പിളാണ് എന്നും കരളിന്റെ സിമ്പിളാണ് എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും 14ാം സെഞ്ചുറിയിൽ 14ാം നൂറ്റാണ്ടിൽ പൗരാണികർ പരസ്പരമുള്ള റൊമാൻറ്റിക് ലവ്, തീഷ്ണമായ വൈകാരിക ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചിഹ്നം ഉപയോഗിച്ചിരുന്നത്. അതിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ കാണാം: സ്പെസിഫിക് സജഷൻസ് ഇൻക്ലൂഡ് ദ ഷേപ്പ് ഓഫ് ദ സീഡ് ഓഫ് സിൽഫിയം പ്ലാന്റ്. സിൽഫിയം പ്ലാന്റിന്റെ വിത്തിന്റെ ഒരു രൂപമുണ്ട്. എന്തിനാണ് ആ ചെടി യൂസ്ഡ് ഇൻ ഏൻഷ്യന്റ് ടൈംസ് ആസ് ആൻ ഹെർബൽ കോൺട്രാസെപ്റ്റീവ്? അത് ഗർഭനിരോധനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു ചെടിയായിരുന്നു. അതിന്റെ രൂപമുണ്ട്. ആൻഡ് സ്റ്റൈലിസ്റ്റ് ഡിപിക്ഷൻ ഓഫ് ഫ്യൂച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ ബോഡി. ഒരു സ്ത്രീ ശരീരത്തിന്റെ ആകൃതി വർണ്ണിക്കലുമുണ്ട്. സച്ച് ആസ് ഫീമെയിൽ ബട്ടക്സ്, സ്ത്രീകളുടെ നിതംബം, പ്യൂബിക് മൗണ്ട്, അരഭാഗം, ഓർ സ്പ്രെഡ് വൾവ, വിശാലമായ ഗർഭപാത്രം തുടങ്ങിയതിനൊക്കെ സൂചിപ്പിക്കുന്നത് അതിലുണ്ട് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഒരു ചോദ്യം. ഇപ്പോൾ ഒരാള് ദീർഘമായ പ്ലെയിൻ യാത്രയിൽ അയാള് നായ വന്ന് തൊട്ടു. പ്ലെയിനിൽ നായൊക്കെ ഉണ്ടാവുമല്ലോ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നീണ്ട യാത്രയാണ്. അപ്പോൾ നമസ്കാരത്തിന്റെ വക്തായി അവിടെ മണ്ണ് കിട്ടാനുമില്ല. അപ്പോൾ അയാൾ എങ്ങനെ ശുദ്ധീകരിക്കും? നിസ്കാരത്തിന്റെ സമയം കുടുസാവുകയും നായ കൊണ്ടായ മുഗല്ലലായ നരസ് ശുദ്ധിയാക്കാനുള്ള മണ്ണ് കിട്ടാതാവുകയും ചെയ്യുമ്പോൾ മണ്ണല്ലാത്ത ഡിറ്റർജന്റുകൾ കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ച് ശുദ്ധിയാക്കി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുകയാണ് വേണ്ടത്.
ആ പറഞ്ഞ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്ത് അങ്ങനെ ചെയ്യണം. ബഹുമാനപ്പെട്ട സാദി ഉസ്താദ്, അങ്ങനത്തെ ഒരു അവസരത്തിൽ നായ നജസല്ലാത്ത മദ്ഹബുണ്ടല്ലോ, ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് നിസ്കരിച്ചൂടെ? ഞാൻ ചോദിക്കുന്നത്, ഷാഫി മദ്ഹബിലാണല്ലോ നായിന്റെ വിഷയമുള്ളത്. അതുപോലെ തന്നെ ഹംബലി മദ്ഹബ് പോലത്തെ മദ്ഹബുകളിൽ നായി നജസല്ലാലോ. അപ്പൊ ആ നജസല്ലാത്ത മദ്ഹബുകളെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? ഷാഫിഈ മദ്ഹബിൽ തന്നെ വിശ്വാസയോഗ്യമായ ശക്തിയുള്ള കൗലുകൾ ഉണ്ടാകുമ്പോൾ എന്തിനു മറ്റൊരു മദ്ഹബിലേക്ക് മാറണം? പിന്നെ നിങ്ങൾ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളടുക്കൽ നായ ശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല. റഹ്മത്തുൽ ഉമ്മ ഫിഖ്തിലാഫിൽ അഇമ്മ എന്ന 4 മദ്ഹബുകൾ വിശദീകരിക്കുന്ന കിതാബിൽ ഇങ്ങനെ വായിക്കാം: വൽകൽബു നജസുൻ ഇൻദ ഷാഫിഈ വ അഹ്മദ്. ഷാഫി ഇമാമിന്റെ അടുക്കലും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുക്കലും നായ നജസാണ്. വയുഗ്സലുൽ ഇനാഉ മിൻ വുലൂഇഹി ഫീ സബ്അൻ. നായ പാത്രത്തിൽ തലയിട്ടാൽ 7 പ്രാവശ്യം കഴുകണം. വഖാല അബൂ ഹനീഫ. അബൂ ഹനീഫ തങ്ങൾ പറയുന്നത് ബി നജാസത്തിഹി, നായ നജസാണ്. പക്ഷേ വലാകിൻ ജഅല ഗസ്ല മാ തനജ്ജസ ബിഹി കഗസ്ലി സായിരി നജാസാത്ത്. മറ്റുള്ള നജസുകൾ കഴുകുന്നത് പോലെ കഴുകിയാൽ തന്നെ നായ കൊണ്ടുള്ള നജസ് ശുദ്ധിയാകും എന്നാണ് അബൂ ഹനീഫ പറഞ്ഞത്. ഫൈദാ ഗലബാല വന്നിഹി സവാലുഹു വലൗ ബി ഗസ്ലത്തിൻ. ഒരു കഴുകൽ കൊണ്ട് തന്നെ നജസ് നീങ്ങിയാൽ കഫ, അത് മതിയാകും എന്നാണ് അബൂ ഹനീഫ തങ്ങൾ പറയുന്നത്. അതേ സമയത്ത് 7 പ്രാവശ്യവും കഴുകിയിട്ട് നീങ്ങുന്നില്ലെങ്കിൽ മതിയാകുന്നത് വരെ കഴുകേണ്ടി വരും. വലൗ 20 മറ, അത് 20 പ്രാവശ്യമാണെങ്കിലും കഴുകണം. വഖാല മാലിക്കുൻ. മാലിക് ഇമാം പറയുന്നു ഹുവ ത്വാഹിറുൻ, നായ ശുദ്ധിയുള്ളതാണ്. ലാ യൻജുസു ലാ യുനജ്ജിസു മാ വലഗ ഫീഹി. നായ തലയിട്ട വസ്തുവിനെ നജസാക്കൂല. പക്ഷേ ലാക്കിൻ യൂസലുൽ ഇനാഉ തഅബ്ബുദൻ, എങ്കിലും പാത്രത്തെ തഅബ്ബുദിയായിട്ട് കഴുകണം. എന്തിനാന്നുള്ളത് അറിയൂല, പാത്രം എന്തായാലും കഴുകണമെന്ന് മാലിക് ഇമാമ്. ഇതൊക്കെ തലയിടുന്നോടത്താണ്. ഇനിയോ വലൗ അദ്ഖലൽ കൽബു യദഹു ഔ റിജ്ലഹു ഫിൽ ഇനാഅ്. പാത്രത്തിൽ കയ്യോ കാലോ നായ കടത്തിയാൽ വജബ ഗസ്ലുഹു സബ്അൻ. അതിനെ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്, തലയിടുന്നത് പോലെ. അവിടെ മാലിക് ഇമാം എതിര് പറയുന്നുണ്ട്. മാലിക് ഇമാം പറയുന്നത് തലയിടുന്നോടത്താണ് ഈ മസലയുള്ളത്, കയ്യോ കാലോ ഇട്ടാൽ പ്രശ്നമില്ല എന്ന് ഇമാം മാലിക്. ഹലോ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഈ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലുകയും ആ പെണ്ണിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി മറ്റൊരാളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുകയും പണം കൊടുത്ത് ചെയ്യിപ്പിക്കുകയും 3 ദിവസത്തിന് ശേഷം തിരിച്ചെടുക്കുകയും ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അങ്ങനെ പണം കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഒരു ചെറ്റത്തരാണ് എന്നൊക്കെ ചില ആൾക്കാരെ വർത്താനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ മസല അറിയുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സാദി ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇടപെട്ടാൽ നന്നായിരുന്നു. ചടങ്ങ് നിൽക്കുന്നവരെയും ആർക്ക് വേണ്ടിയിട്ടാണോ ചടങ്ങ് നിൽക്കുന്നത്, ഈ 2 വിഭാഗത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്ന് ലഅനല്ലാഹുൽ മുഹല്ലില എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് മിഷ്കാത്തിലുണ്ട്. അവിടെ വഇന്നമാ ലഅനഹുമാ, 2 പേരെയും റസൂലുള്ള ശപിക്കാൻ കാരണം ലിമാ ഫീ ദാലിക മിൻ ഹക്കിൽ മുറൂഅത്തി വഖില്ലത്തിൽ ഹമിയത്തി, നാണം കുറവാണ് എന്നതും മാന്യത പിച്ചിച്ചീന്തുക എന്ന കാരണം കൊണ്ടുമാണ്. വദലാലത്തി അലാ ഹിസ്സത്തിൻ നഫ്സി വസുഖൂതിഹാ, തീരെ വിഷയങ്ങൾക്ക് വില കാണിക്കാത്ത വ്യക്തിത്വമില്ലാത്ത ആളാണ് എന്ന്. അവിടെ അമ്മാ ബിൻ നിസ്ബത്തി ഇലൽ മുഹല്ലിലി, ആർക്ക് വേണ്ടിയിട്ടാണോ പിന്നെ ഇത് ചെയ്തു കൊടുക്കുന്നത് ഓന് നാണക്കേടാകുന്നുണ്ട് എന്നത് ലാഹിറാണ്. അമ്മാ ബിൻ നിസ്ബത്തി ഇലൽ മുഹല്ലിലി, എന്നാ ഇത് ചെയ്തു കൊടുക്കുന്ന 2ാം പുതിയാപ്പള ഫലി അന്നഹു യുഅയ്യിറു നഫ്സുഹു,
അവനവന്റെ നഫ്സിനെ വലി അന്നഹു യുഅയ്യറു നഫ്സുഹു, അവന്റെ നഫ്സിനെ ആക്ഷേപിക്കപ്പെടും ബിൽ വത്ഇലി വറളിൽ ഗൈരി, മറ്റൊരാൾക്ക് വേണ്ടി വത്ത് ചെയ്തു കൊടുക്കുക, ഒരു വാടക വാത്തി എന്ന് പറയും. കാരണം അതുകൊണ്ടാണ് വലിദാലിക മസ്തലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തൈസിൽ മുസ്തഅർ, ബ്ലോക്കിന്ന് കൊണ്ടുവരുന്ന വാടകക്ക് വായ്പക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആടിനോടാണ് റസൂലുള്ള, മുട്ടനാടിനോടാണ് റസൂലുള്ള അവനെ ഉപമിച്ചിരിക്കുന്നത്. ഏതായാലും അതൊരു താഴ്ന്ന പണിയാണ് എന്നത് വ്യക്തം. 7/312 ഇങ്ങനെ കാണുന്നു, വലൗ നക്കഹ ബിശർത്തി അന്നഹു ഇദാ വസിഅ ത്വല്ലഖ, വത്ത് ചെയ്താൽ ത്വലാഖ് ചെല്ലുമെന്നുള്ള ഉദ്ദേശത്തിൽ തഹരീലിനെ ഉദ്ദേശിക്കുന്ന ആള് നിക്കാഹ് ചെയ്താൽ ബത്തല, ആ നിക്കാഹ് ബാത്തിലാണ്. ഇടപാടിൽ അങ്ങനെ ഷർത്ത് വെക്കാൻ പാടില്ല എന്ന് 7/312 കാണാം.